പ്രിയേ, പ്രിയേ. എന്താ ചേച്ചി? ആ, ഞാനേ സിദ്ധുവിന്റെ വീട് വരെ ഒന്ന് പോവാ. പ്രേമേച്ച ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം വന്നോളാം. നേരെ ഓഫീസിലേക്കല്ലേ വരുന്നത്? അതെ. ചേച്ചിയുടെ ഈ പോക്കും വരവും ഒന്നും നമ്മുടെ മറ്റേ ചേട്ടൻ ഇഷ്ടപ്പെടുന്നില്ല. ശരത്തിനെ അവനെയൊക്കെ ആര് നോക്കുന്നു? ചേച്ചി ആ വീട്ടിൽ പോയാ അവനെന്താ? ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അവനെന്താ പ്രശ്നമെന്നാ? ഇപ്പൊ ചന്ദ്രയുടെ വലം കൈയാ ശരത്ത്. ചന്ദ്രയ്ക്ക് പറ്റാത്തത് ഇവനും പറ്റില്ല. അത് മാത്രമല്ല ചേച്ചി, വേറെ എന്തോ കൂടിയുണ്ട്. ചേച്ചി ആ വീട്ടിൽ സ്ഥിരമായിട്ട് പോകുന്നത് രണ്ടാളും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതിന്റെ കാരണം വളരെ സിമ്പിൾ അല്ലേ പ്രിയെ? ഞാൻ അവിടെ ചെന്നാ പ്രേമേച്ചി രക്ഷപ്പെടുന്നവര് വിചാരിക്കുന്നുണ്ട്. പ്രേമേച്ചിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ പലതിന്റെയും ചുരുളഴിയില്ലേ? ആ ക്രൈമൊക്കെ ചെയ്തത് ഇവരാണെങ്കിലോ? ആണെങ്കിലോ ഒന്നല്ല, ആണല്ലോ. അവരല്ലാതെ വേറെ ആര് ചെയ്യാനാ ഇതൊക്കെ? സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവും. അതാ അവരുടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എനിക്കിപ്പോ മുന്നിലും പിന്നിലും കണ്ണുണ്ട് പ്രിയ. ഒരാക്രമണം ഏത് സമയത്ത് സംഭവിക്കുന്ന ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് ഞാൻ നടക്കുന്നത്. വന്നതുപോലെ തിരിച്ചു പോവില്ല ശരത്തും ചന്ദ്രയും, അതുറപ്പാ. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പിന്നെ ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താ എന്താ പ്രിയ? അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ചേച്ചി? എത്ര ദിവസമായി കാണാതായിട്ട്? എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അമ്മയെ ഒളിപ്പിച്ചിരിക്കുന്നതിന്റെ പിന്നിലും ശരത്ത് തന്നെയാന്ന് നമുക്കറിയാലോ. സഹായത്തിന് തങ്കച്ചിയും കൂടി കാണും. പ്രേമേച്ചിയുടെ വീഴ്ചയ്ക്ക് കാരണം ആ ശരത്തും ചന്ദ്രയും. അമ്മയുടെ കാണാതാകലിന് കാരണം ശരത്തും തങ്കച്ചിയും. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ശരത്ത. അവനാണെങ്കിലോ ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. അവൻ കരുതിയിരിക്കുന്നതേ നമുക്കൊന്നും അറിയില്ലെന്നാ. പ്രാണനും കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോവാതിരിക്കാനാ നമ്മൾ അവനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നെന്ന് അവൻ അറിയില്ലല്ലോ. എന്ന് അമ്മ പുറത്ത് വരുന്നോ അന്ന് തീരും അവൻ ആ സൗജന്യം. അവന്റെ തല മണ്ണ് തിന്നാൻ ഇനി അധികം കാക്കേണ്ടി വരില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാം.